വെക്കേഷൻ ചെയ്യാൻ പറ്റുന്ന അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഷോർട്സ് നിങ്ങളെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കുക, അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. പുറത്തൊന്നും പോയിട്ട് മാക്സിമം ഫാസ്റ്റ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട്, നിങ്ങളിപ്പോൾ വീട്ടിലും അതേപോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കുമല്ലോ പോവുക. അപ്പോൾ ഒന്നാമത് ഓണം ടൈം ആയതുകൊണ്ട് സദ്യ എന്തായാലും വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെ. അപ്പോൾ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഹെൽത്തൊക്കെ നോക്കാൻ പറ്റുന്ന ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള ടൈമാണ്. അതേപോലെ സ്കിൻ കെയർ നോക്കാനും വെയിലൊന്നും കൊള്ളാതെ ടാനൊന്നും അടുപ്പിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മൾ എക്സസൈസും വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള സ്കില്ലാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാ മനുഷ്യന്മാർക്കും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കായിട്ട് അല്ലെങ്കിൽ അത് ഇന്നൊരാളുടെ ജോലി എന്ന് മാത്രം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുഞ്ഞു പ്രായത്തിലേ തൊട്ട് ഈ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് അവരെ മാത്രം അങ്ങനെ ചെയ്യിക്കരുത്. നിങ്ങളുടെ ഒരു പങ്കും കൂടി അതിൽ കൊടുക്കുക. ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ജോലിയാണ്. അപ്പോൾ അതിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പച്ചക്കറി കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാത്രം കഴുകി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പോൾ കത്തിയൊന്നും യൂസ് ചെയ്ത് പരിചയമില്ലാത്തവർ അതൊക്കെ പാരൻസിൻ്റെ മുന്നിൽ ചെയ്ത്, ചെറിയ മക്കളോടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി വലിയ ആളുകളോടാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. ജസ്റ്റ് ഫോണ് മാത്രം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവലൊക്കെ ഉദ്ദേശിക്കുന്നത് അവിടെ യൂണിറ്റിയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ആ ഒരു സമയം, അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുക എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഫാമിലീൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു വെക്കേഷൻ. അല്ലാത്ത സമയം കംപ്ലീറ്റ് നിങ്ങൾ സ്കൂളിലും തിരക്കുകളിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടെന്നൊന്നുമല്ല, നിങ്ങൾ ഫാമിലിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ ഓരോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക. ഇപ്പോൾ കുക്കിംഗ് മാത്രമല്ല, പൂക്കളിടുന്നതായാലും അങ്ങനെയുള്ള കാര്യങ്ങളും, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുക, ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു യൂണിറ്റി, സന്തോഷമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടിപ്സൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത ടിപ്സായിട്ട് വീണ്ടും കാണാം.